ഹലോ. അപ്പൊ ആണെങ്കിൽ ഇന്ന് വൈകിട്ടാണെങ്കിൽ ഞങ്ങള് സാധനം മേടിക്കാൻ പോയപ്പോ ഞാൻ ഈ കോൺഫ്ലെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലാതെ ഞാൻ മേടിച്ചതാണ്. പച്ചക്കടല വാങ്ങിച്ചില്ല, ഇങ്ങനത്തെ പൊട്ടുകടലയാണ് വാങ്ങിച്ചത്. എന്നിട്ടാണെങ്കിൽ കോൺഫ്ലെക്സ് ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ കുറച്ച് വറുത്തെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ആയാലും മതി, എനിക്ക് സൺഫ്ലവർ പൊട്ടിച്ചെടുക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തങ്ങ് എടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പൊട്ടുകടല ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ കുറച്ച് കരിയാപ്പലയും കാര്യങ്ങളും ഞാനാണെങ്കിൽ കരിയാപ്പല മാത്രമായിട്ട് ഞാൻ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതും എടുത്ത് അതിനകത്തോടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അതിനകത്ത് ഇട്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തോലൊന്നും കളയാതെ അതുപോലെ പിച്ചെടുത്തിട്ട് അതുപോലെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് അതിനകത്തോട്ട് ഇട്ടു. പിന്നെ ഇതിനകത്ത് ഞാനാണെങ്കിൽ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ അതങ്ങ് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. പക്ഷെ നല്ല സൗണ്ട് ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉറപ്പില്ലാതെ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കടയിൽ നിന്ന് ഈ ഒരു കവർ, ചെറിയൊരു കവർ മേടിക്കുന്നതിന് 70-80 രൂപയാവും. അപ്പം അത്രയും പൈസ കൊടുത്ത് മേടിക്കാൻ എനിക്ക് പിശുക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ മിച്ചർ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ 6 കഴിഞ്ഞിട്ട് വേണം ടിനി ഞാൻ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ.